ചിലർ ചോദിക്കാറുണ്ട് CPM പ്രസിഡന്റ് ആയാലും ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കൂടെയാണ്, അങ്ങനെ ഉണ്ടാവില്ല. അത് വേറൊരു മതാണ്, ഇത് വേറൊരു മതാണ്. ഇഫ്താറിനും വരിക, പാർട്ടി ഓഫീസിൽ പോയിട്ട് കട്ടൻ ചായയും കുടിക്കുക, ഇത് ഒന്നിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം. നമസ്കാരം. പൊതുവെ ഇടതുപക്ഷ സൈദ്ധാന്തികരെ കുറിച്ചോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളെ കുറിച്ചോ RSSകാർ പറയുമ്പോഴാണ് അത് ഏറ്റവും വലിയ കുറ്റമായി മാറുന്നത്. RSS ആണ് എപ്പോഴും അവരെ അടച്ചാക്ഷേപിക്കുന്നതെന്നും രൂക്ഷമായി കുറ്റം പറയുന്നതും എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു ആരോപണം. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസംഗശകലം ഒന്ന് കേട്ടു നോക്കൂ. ഇത് പറയുന്നത് ആരാണ്, ഇതിൻ്റെ സന്ദർഭം എന്താണ് എന്നുള്ളത് ഈ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പറയാം. നിങ്ങൾ മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാർക്സിനെ കുറിച്ച് CPM ഘോരഘോരം പ്രസംഗിക്കും. മാർക്സ് കല്യാണം കഴിച്ചിട്ടില്ല, ഒരു അവിഹിത ബന്ധമായി, അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ വരെയൊക്കെ നോക്കാൻ പറ്റാത്ത മനുഷ്യന്റെ പേരാൽ മാർക്സ്. മാർക്സിസം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാരങ്ങാടിയിൽ ബിച്ചാപ്പ് സിന്ദാബാദ് വിളിച്ചടക്കാൻ. ബിച്ചാപ്പിനോട് പറഞ്ഞു കൊടുക്കണം മാർക്സിനെ അറിയുന്നുണ്ടാവില്ല. സ്റ്റാലിൻ ആരാൻ? സ്റ്റാലിന്റെ ക്രെംലിനിലെ കൊട്ടാരത്തിലേക്ക് ഒരു തവണ ഒരു ബാലെ നൃത്തസംഘം വന്നു. അതിലൊരു സുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു. സ്റ്റാലിന് വികാരവായ്പുണ്ടായത്രേ. ആ കുട്ടിനെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. ആ കുട്ടി പിന്നെ നർത്തക സംഘത്തിന്റെ കൂടെ യാത്ര പോയി, പിന്നെ ഗർഭിണിയായി, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞു നർത്തകിയായി. ആ നർത്തകിയായ കുഞ്ഞ് സ്റ്റാലിൻ മുമ്പ് പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞ് പിന്നീട് നർത്തകിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് വന്നു. ആ കുട്ടിയും പിടിച്ച് ബലാത്സംഗം ചെയ്തു. എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത താന്തോന്നിയായ മനുഷ്യന്റെ പേരാ സ്റ്റാലിൻ. ആ സ്റ്റാലിൻ സിന്ദാബാദ് വിളിക്കാൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻകുട്ടിക്ക് എങ്ങനെ ധൈര്യം വരും? ചിലർ ചോദിക്കാറുണ്ട് CPM പ്രസിഡന്റ് ആയാലും ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കൂടെയാണ്, അങ്ങനെ ഉണ്ടാവില്ല. അത് വേറൊരു മതാണ്, ഇത് വേറൊരു മതാണ്. ഇഫ്താറിനും വരിക, പാർട്ടി ഓഫീസിൽ പോയിട്ട് കട്ടൻ ചായയും കുടിക്കുക, ഇത് ഒന്നിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം. പറഞ്ഞതുപോലെ RSSകാരാണോ ഇപ്പോൾ ഈ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്? ഇടതുപക്ഷത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഈ ഒരു വീഡിയോയുടെ സന്ദർഭം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അവരുടെ മലപ്പുറത്തുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി, ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഈ കഴിഞ്ഞ മാർച്ചിൽ നടന്ന നോമ്പുതുറ സമയത്തുള്ള ഇഫ്താർ വിരുന്നും വിദ്യാർത്ഥി സംഗമവും നടത്തിയതിനോടനുബന്ധിച്ച് അവിടെ നടന്ന ഒരു പ്രസംഗമാണ് ഇത്. പക്ഷേ ഇപ്പോഴാണ് സമൂഹ മാധ്യമത്തിൽ ഇതേറെ വൈറലായി മാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇടതുപക്ഷ സൈദ്ധാന്തികനായ കാറൽ മാർക്സിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ മോശവശത്തെക്കുറിച്ചാണ്. അവരെ കുറിച്ച് വളരെ വിശദമായി തന്നെ, വളരെ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഒരു ടെയിലെൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട് പിടിച്ച് പോകുന്ന മാപ്പിള സഖാക്കൾ, അവരാണ് ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസംഗം അവസാനിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ പറഞ്ഞതോ അടച്ചാക്ഷേപിച്ചതോ ഒന്നും RSSകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നുമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ അംഗങ്ങൾ തന്നെയാണ്. ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.